കൊച്ചിയിൽ വീണ്ടും ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട. തായ്ലൻഡിൽ നിന്നുള്ള 2 കോടി രൂപയുടെ കഞ്ചാവുമായി വടുതല സ്വദേശി സക്കറിയ ടൈറ്റസ് പിടിയിലായത് വൻ ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയെന്ന് കസ്റ്റംസ് പറഞ്ഞു. ഓപ്പറേഷൻ കെറ്റാമെലോണാണ് വിദേശ പോസ്റ്റ് ഓഫീസ് വഴി വന്ന ലഹരിമരുന്ന് വേട്ടയിൽ ഏറ്റവും ഒടുവിലേതെന്നായിരുന്നു കേന്ദ്ര ഏജൻസികളുടെ വിശ്വാസം. എന്നാൽ അതെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പുതിയൊരു ലഹരി കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വടുതല സ്വദേശി സക്കറിയ ടൈറ്റസ് തായ്ലൻഡിൽ നിന്നും ഹൈബ്രിഡ് കഞ്ചാവ് പാർസൽ മാർഗം എത്തിച്ചതിനാണ് പിടിയിലാകുന്നത്. സക്കറിയയെ പിടിച്ചതാവട്ടെ കസ്റ്റംസിന്റെ ഇന്റലിജൻസ് വിഭാഗവും. സക്കറിയ 2 കിലോ ഹൈബ്രിഡ് കഞ്ചാവാണ് തായ്ലൻഡിൽ നിന്നും എത്തിച്ചത്. ഇയാൾ വൻ ലഹരി മാഫിയയിലെ സംഘമായിരുന്നു. കാറിന്റെ സീറ്റ് കവറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് പിടികൂടിയത്. പാഴ്സലായി എത്തിച്ച കവറിൽ കഞ്ചാവാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പ്രതിയെ പിടികൂടാനുള്ള തന്ത്രം കസ്റ്റംസ് തയ്യാറാക്കി. ഇയാളെ പോസ്റ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റസമ്മതം നടത്തി. ഇയാൾക്ക് ലഹരിമരുന്ന് എത്തിക്കാനും വിതരണം ചെയ്യാനും സഹായികളും ഉണ്ടായിരുന്നു. കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകും. ഇന്റർനാഷണൽ പോസ്റ്റ് ഓഫീസ് വഴി വിദേശ രാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് ലഹരിമരുന്ന് എത്തിക്കുന്നത് പതിവായിരിക്കുകയാണ്. ഇതിനു പിന്നിൽ വൻ ശൃംഖലയാണ് പ്രവർത്തിക്കുന്നത്. ഇവരെ എല്ലാവരെയും തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ കസ്റ്റംസിനുള്ളതും. ഷാഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.